Zeeman effect. Anomalous Zeeman effect. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലായിട്ട് നമ്മുടെ നോർമൽ സീമാൻ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് 3 ലൈൻസാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് 3 ലൈൻസ്. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ 3 ബാൻഡ് മാത്രമാണ് നമുക്കവിടെ കിട്ടുന്നത്. സപ്പോസ് നമുക്ക് 3ൽ കൂടുതൽ ബാൻഡുകൾ കിട്ടുന്ന ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ 3ൽ കൂടുതൽ ബാൻഡ്സുകൾ അവിടെ കിട്ടണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 4 ഫ്രീക്വൻസി ലൈൻസ് നമുക്കവിടെ കിട്ടണമെങ്കിൽ അവിടെ സ്പിൻ മോഷനും അതുപോലെ ഓർബിറ്റൽ മോഷനും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഒരു ആറ്റത്തിന് ഒരു പർട്ടിക്കുലർ സ്പിൻ മോഷനുണ്ട്, അതുപോലെ ഒരു പർട്ടിക്കുലർ ഓർബിറ്റൽ മോഷനുണ്ട്. ഈ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് 3ൽ കൂടുതൽ, ഫോർ എക്സാമ്പിൾ 4 5 എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് അനോമലസ് സീമാൻ എഫക്റ്റ് എന്ന് പറയുക. അതായത് മോർ കോംപ്ലക്സ് ദാൻ ദ 3 ലൈൻസ് ഒബ്സർവ്ഡ് ഇൻ നോർമൽ സീമാൻ എഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അതിനൊരു പർട്ടിക്കുലർ ഓർബിറ്റൽ മോഷനുണ്ട്. ഈ ഒരു ഓർബിറ്റൽ മോഷനുമായി ബന്ധപ്പെട്ട് എന്ത് വരുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സ്പിൻ മോഷനുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഒരു സ്പിൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോട്ട് ബി എന്നതാണ് നമ്മുടെ എനർജി കാണാനുള്ള ഇക്വേഷൻ. പെർട്ടർബേഷൻ എനർജി, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോട്ട് ബി എന്നുള്ള റിലേഷൻ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് സ്പിൻ മോഷനും അതുപോലെ ഓർബിറ്റൽ മോഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ മൈനസ് ഇൻറ്റു മ്യൂ എൽ പ്ലസ് മ്യൂ എക്സ് ഡോട്ട് ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ എൽ ഡിവൈഡഡ് ബൈ 2m പ്ലസ് മ്യൂ എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇ എക്സ് ഡിവൈഡഡ് ബൈ 2m ഡോട്ട് ബി. എന്തുകൊണ്ടാണ് ഇവിടെ 2 എന്നത് അറിയാം, ലാൻഡോ ജി ഫാക്ടർ എന്നുള്ളൊരു കമ്പോണൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ജി എല്ലിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. ജി എക്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2.0023 എന്നതാണ് കറക്റ്റ് വാല്യൂ. സോ വി ക്യാൻ അപ്രോക്സിമേറ്റ് ടു 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇ ഡിവൈഡ് ബൈ 2m എന്നുള്ള വാല്യൂ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. മാത്രമല്ല ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും, ഇവിടെ നെഗറ്റീവ് ഉണ്ടാകും. കാരണം മ്യൂ എൽ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, മൈനസ് ഇ എൽ ഡിവൈഡ് ബൈ 2m ആണ്. മ്യൂ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇ എൽ 2 ഉണ്ടാവും ഡിവൈഡ് ബൈ 2m എന്നാണ് നമ്മുടെ റിസൾട്ട്. സോ ഇതിൻ്റെ മൈനസും കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സോ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതും, ഇ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു എൽ പ്ലസ് 2x ഡോട്ട് ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അക്കോർഡിംഗ് ടു വെക്ടർ ആറ്റം മോഡൽ എൽ പ്ലസ് 2x that is equal to E divided by 2m g j dot b, where g is the length of g factor due to the total angular momentum j. അപ്പോൾ E divided by 2m g j dot b, then ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് ഒഴിവാക്കാം. എന്ത് ചെയ്താം, E divided by 2m g j b cos theta that is equal to cos theta is equal to എങ്ങനെ എഴുതാം, എം ജെ എച്ച് ക്രോസ് ഡിവൈഡ് ബൈ ജെ എന്ന് എഴുതാം. സോ ജി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 2m ജെ ബി എം ജെ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ജെ, ജെയും ജെയും ക്യാൻസൽ ചെയ്തു. ഇ എച്ച് ക്രോസ് ഡിവൈഡ് ബൈ 2m that is a Bohr magneton. So it can be written as E dash is equal to ജി ഇൻറ്റു മ്യൂ ബി ബി എം ജെ എന്നതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. സോ ദിസ് ഈസ് ദ പെർട്ടർബേഷൻ എനർജി ഇൻ ദ പ്രസൻസ് ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളൊരു ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്, ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലമുണ്ടാകുന്ന എനർജിയാണ് ഇ ഡാഷ് എന്ന് പറയുന്നത്.
സോ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു E0 പ്ലസ് ഇ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു E0 പ്ലസ് ജി ഇൻറ്റു മ്യൂ ബി ബി എം ജെ എന്നതാണ് ഒരു ആറ്റത്തിൻ്റെ കേസിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സോ E0 പ്ലസ് ജി മ്യൂ ബി ബി എം ജെ എന്നതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി നമ്മളൊരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുകയാണ്. കാരണം എം ജെ എന്ന് പറയുന്നത് 2J+1 വാല്യൂസാണ്. സോ ട്രാൻസിഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ട്രാൻസിഷൻ നടക്കുന്നത് 2 ലെവലുകൾ തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ ആവാം. സോ അപ്പർ ലെവലിലുള്ള ട്രാൻസിഷനെ നമ്മൾ സിംഗിൾ പ്രൈം വെച്ചിട്ടും ലോവർ ലെവലിലുള്ളതിനെ നമ്മൾ ഡബിൾ പ്രൈം വെച്ചിട്ടും ഞാൻ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു E0 ഡാഷ് പ്ലസ് ജി ഡാഷ് വരും. കാരണം അപ്പർ ലെവലിലും ലോവർ ലെവലിലും ജിയുടെ വാല്യൂ ഡിഫറെൻ്റ് ആണ്. ജി എങ്ങനെ കാണുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ജി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡ് ബൈ 2J ഇൻറ്റു ജെ പ്ലസ് 1 എന്നാണ് ജി കാണാനുള്ള ഇക്വേഷൻ. ദെൻ ബി എം ജെ ഡാഷ് എന്ന് വരും. ലോവർ ലെവൽ നമ്മൾ ഇ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു E0 ഡബിൾ ഡാഷ് പ്ലസ് ജി ഡബിൾ ഡാഷ് മ്യൂ ബി ബി എം ജെ ഡബിൾ ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ ഈസ് ഈക്വൽ ടു E0 ഡാഷ് മൈനസ് E0 ഡബിൾ ഡാഷ് പ്ലസ് മ്യൂ ബി ബി എന്നുള്ള ടേം കോൺസ്റ്റൻ്റ് ആണ്. ജി പ്രൈം എം ജെ പ്രൈം മൈനസ് ജി ഡബിൾ പ്രൈം എം ജെ ഡബിൾ പ്രൈം എന്നതായിട്ട് നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ ചേഞ്ച് ഇൻ എനർജി ആൻഡ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ന്യൂ ഈസ് ഈക്വൽ ടു µ0 പ്ലസ് മ്യൂ ബി ബി ഡിവൈഡഡ് ബൈ എച്ച് ജി പ്രൈം എം ജെ പ്രൈം മൈനസ് ജി ഡബിൾ പ്രൈം എം ജെ ഡബിൾ പ്രൈം. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുപോലെ എനർജി, ചേഞ്ച് ഇൻ എനർജി, ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ചേഞ്ച് നമുക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുപോലെ ഓരോ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അത് അപ്പർ ലെവലാവട്ടെ ലോവർ ലെവലാവട്ടെ, ട്രാൻസിഷൻ നടക്കുന്ന ഏത് ലെവലായിക്കോട്ടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള ഇക്വേഷനാണ് ഇത്. ഇത് ട്രാൻസിഷൻ നടക്കുന്ന സമയത്തുള്ള ചേഞ്ച് ഇൻ എനർജി കാണാനുള്ള ഇക്വേഷനാണ്. അതുപോലെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷനുമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നൗ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ സെലക്ഷൻ റൂള്, ഏതൊക്കെ ലെവലുകൾ തമ്മിലാണ് ട്രാൻസിഷൻ നടക്കുന്നത് എന്നുള്ള ഒരു കേസിലേക്ക് നമ്മൾ വരികയാണ്. ദാറ്റ് ഈസ് സെലക്ഷൻ റൂൾ. സെലക്ഷൻ റൂൾ പറയുന്നത് ഡെൽറ്റ എം ജെ സീക്വൽ ടു 0 ±1 എന്നുള്ള സെലക്ഷൻ റൂൾ മാത്രമാണ് ഇവിടെ വാലിഡ് ആവുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ എം ജെ, അതായത് എം ജെയുടെ വാല്യൂ +or-1 അല്ലെങ്കിൽ 0, സെയിം ലെവലിലേക്കോ അല്ലെങ്കിൽ +or-1 ലെവലിലേക്കോ ട്രാൻസിഷൻ നടക്കാം. ഇനി ഒരു സ്പെഷ്യൽ കേസായിട്ട് പറയുന്നത് ഇഫ് ജെ സീക്വൽ ടു 0, ജെ സീക്വൽ ടു 0 ആണെങ്കിൽ എം ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരുള്ളൂ? 0 മാത്രമേ വരുള്ളൂ. ആ ഒരു കേസിൽ എം ജെ ഡാഷ് എന്ന് പറയുന്നത് 0 ടു എം ജെ ഡബിൾ ഡാഷ് സീക്വൽ ടു 0, ഈ ഒരു ട്രാൻസിഷൻ എന്തല്ല, പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. എപ്പോൾ ഇഫ് ജെ സീക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കാരണം ജെ സീക്വൽ ടു 0 എന്ന് കിട്ടുന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, എന്നാലും പോസിബിലിറ്റീസ് കുറവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ എം ജെ സീക്വൽ ടു 0 ടു, അതായത് എം ജെ ഡാഷ്, അതായത് അപ്പർ ലെവൽ 0യും ലോവർ ലെവൽ 0 ആവുന്ന കേസിലേക്കുള്ള ട്രാൻസിഷൻ എപ്പോൾ ഇഫ് ഡെൽറ്റ ജെ സീക്വൽ ടു 0 എന്ന് പറയുന്ന കേസിലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഈ ഒരു തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിനെന്ന് മനസ്സിലാവും. ഓക്കെ, പ്രോബ്ലം ഡ്രോ ദ അനോമലസ് സീമാൻ പാറ്റേൺ ഓഫ് ദ D2 ലൈൻസ് ഓഫ് സോഡിയം ആൻഡ് ഒബ്റ്റെയിൻ ദിയർ ഫ്രീക്വൻസീസ്. ഇപ്പോൾ D2 എന്ന് പറയുന്ന കേസാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ, സാധാരണ സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ 2 ലൈൻസാണുള്ളത്, D1 ആൻഡ് D2.
D1 എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞത് 2p1/2 നിന്ന് 2x 1/2 ട്രാൻസിഷനാണ് നമ്മൾ D1 എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ദെൻ D2 എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത് 2p3/2 നിന്ന് 2x 1/2 ട്രാൻസിഷൻ ഉള്ളത്. സോ നമുക്ക് ഇതിൻ്റെ കേസിലുള്ള അനോമലസ് സീമാൻ പാറ്റേൺ ആണ് നമുക്കവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. D1 ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ട്രാൻസിഷൻ നടക്കുന്നത് 2p3/2 നിന്ന് 2x 1/2. അപ്പോൾ ഇതിൽ അപ്പർ ലെവൽ എന്ന് പറയുന്നത് നമുക്കറിയാം എനർജിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എക്സിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും പി എന്ന് പറയുന്ന ലെവൽ. സോ അപ്പർ ലെവൽ വരുന്നത് ഏതായിരിക്കും? പി ലെവലായിരിക്കും. ലോവർ ലെവൽ വരുന്നത് ഏതായിരിക്കും? എക്സ് ഓർബിറ്റലായിരിക്കും. സോ നമ്മൾ അപ്പർ ലെവലിനെ നമ്മൾ പി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്, അതുപോലെ ലോവർ ലെവലിനെ നമ്മൾ എക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ ആദ്യം J2p3/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഇതിൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഫ്രം ദിസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഇതൊരു നോൺ സീറോ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എ അനോമലസ് സീമാൻ പാറ്റേൺ എഫക്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ദെൻ L ഇസ് ഈക്വൽ ടു 1 ആണ് ഇവിടെ വരുന്നത്. പക്ഷെ നമുക്ക് രണ്ടിനും ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജെയുടെ വാല്യൂ മാത്രമാണ് ആവശ്യം. J ഇസ് ഈക്വൽ ടു 3/2 എന്നതാണ്. J ഇസ് ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് വരുന്നുണ്ട്? 2j+1 വാല്യൂസ് ആണ് വരുന്നത്. സോ 2 × 3/2 + 1 ദാറ്റ് ഈസ് 4. 4 ലൈൻസ് ആയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. പി ഓർബിറ്റൽ 4 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ -3/2, -1/2, 1/2, 3/2 ഇതായിരിക്കും നമ്മുടെ ലെവൽ എന്ന് പറയുന്നത്. എം ജെയുടെ വാല്യൂ, എം ജെ പ്രൈമിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. എം ജെ പ്രൈം ഇസ് ഈക്വൽ ടു -3/2, -1/2, 1/2, 3/2. ദെൻ വി ഫൈൻഡ് ടു ദ ജി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇക്വേഷൻ എന്തായിരുന്നു? J × J+1 പ്ലസ് x × x+1 മൈനസ് L × L+1 ഡിവൈഡഡ് ബൈ, സോ ക്യാപിറ്റൽ J ഉപയോഗിക്കാം, ക്യാപിറ്റൽ L ഡിവൈഡ് ബൈ 2j × J+1. സോ വാല്യൂസ് എല്ലാം നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് J ഇസ് ഈക്വൽ ടു 3/2 × 3/2 + 1 ദാറ്റ് ഈസ് 5/2 പ്ലസ് x is equal to 1/2 × 3/2 minus L is equal to 1 × 2 divided by 2 × 3/2 × 5/2. ഓക്കെ. സോ നമുക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജി ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 4/3 എന്ന് കിട്ടും. ഹിയർ 1 is this one. അപ്പോൾ ഇത് രണ്ടും ആദ്യം ചെയ്തതിന് ശേഷം 1 കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. സോ 4/3 എന്ന് കിട്ടും ജി പ്രൈം എന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ 2x 1/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കാണണം. ഇവിടെ നമ്മൾ 2pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 സ്പ്ലിറ്റിംഗ് ആണ് വരുന്നത്. 2x 1/2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2x+1 എന്ന് പറയുന്നത് 2 ആണ്. ഫ്രം ദിസ് x is equal to 1/2, L is equal to 0, J is equal to 1/2. then 2j+1 values, that is 2 values ആണ് ഇവിടെ വരുന്നത്. സോ ദാറ്റ് ഈസ് 1/2 മൈനസ് 1/2 എന്നതായിരിക്കും നമുക്ക് ഇവിടെ എം ജിയുടെ വാല്യൂ കിട്ടുന്നത്. ദാറ്റ് ഈസ് എം ജെ ഡബിൾ ഡാഷ് കിട്ടുന്നത്. ദെൻ ജി ഡബിൾ ഡാഷ് നമുക്ക് കാണണം. അതിനുവേണ്ടി 1 പ്ലസ് ജെയുടെ വാല്യൂ എത്രയായിരുന്നു? 1/2 × 3/2 പ്ലസ് എക്സിൻ്റെ വാല്യൂ 1/2 × 3/2 മൈനസ് 0 divided by 2 × 1/2 × 3/2 that is equal to, ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. അതായത് എം ജെ ഡാഷ് ഏതൊക്കെയാണ് എം ജെ ഡാഷ് വരുന്നത് നമ്മൾ എഴുതി. എം ജെ ഡബിൾ ഡാഷ് ഏതൊക്കെ, അതായത് പി എന്ന് പറയുന്ന ഓർബിറ്റൽ 4 ആയിട്ടും എക്സ് എന്ന് പറയുന്ന ഓർബിറ്റൽ 2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ജി ഫാക്ടർ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ട്രാൻസിഷൻ്റെ ഡയഗ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ എനർജി കണ്ടുപിടിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസി ഉപയോഗിച്ച് ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ എന്ത് ചെയ്യും, വരക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എനർജി ലെവൽസ് വരക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 2p3/2 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ആദ്യം വരക്കാൻ പോകുന്നത്. 4 ലെവൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദിസ് ഈസ് ഫസ്റ്റ് ലെവൽ, ദിസ് ഈസ് സെക്കൻഡ് ലെവൽ, തേർഡ് ആൻഡ് ഫോർത്ത്. 4 ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇയർ എം ജെ is equal to 3/2, 1/2 minus 1/2, 3/2. Here B is equal to 0. Magnetic field in the absence. Here magnetic field in the presence. Okay, 2p 3/2. Then അടുത്തത് 2x 1/2 ആണ് നമ്മൾ ലോവർ ലെവൽ എന്ന് പറയുന്നത്. അത് രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ 1/2 മൈനസ് 1/2. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് ഇവിടെ സ്പ്ലിറ്റിങ് നടക്കുന്നത്. പി ഓർബിറ്റൽ 4 ആയിട്ടും എക്സ് ഓർബിറ്റൽ 2 ആയിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ ട്രാൻസിഷൻ അടയാളപ്പെടുത്താണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് എനർജിയുടെ വാല്യൂ ആണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എനർജിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കേസിലുള്ള ഓരോ ലെവലിൻ്റെയും എനർജി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സോ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? E is equal to E0 plus mu B g mj എന്നതാണ് നമ്മൾ എനർജി കാണാനുള്ള ഇക്വേഷൻ. E0 plus mu B g mj എന്നതാണ് ഓരോന്നിൻ്റെയും ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും കേസിലുള്ള എനർജി നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ കേസിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4/3 ആണ്. ഇതിൻ്റെ കേസിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ മ്യൂ ബി അതുപോലെ തന്നെ നമുക്കറിയില്ല, അതുപോലെ തന്നെ ഇതാണ് ജിയും എം ജിയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E0 പ്ലസ് 3/2 ആണ് എം ജിയുടെ വാല്യൂ, ജിയുടെ വാല്യൂ 4/3. സോ 4/3 into 3/2, then 12/6, that is 2 mu b എന്ന് കിട്ടും. ഇനി ഓരോന്നിൻ്റെ കേസിലുള്ള എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ഓരോന്നിൻ്റെ കേസിൽ ഇതിൻ്റെ കേസിൽ E0 plus 2/3 mu b, E0 minus 2/3 mu b, E0 minus 2 mu b. ഇവിടെ വരുമ്പോൾ E0 plus mu b, E0 minus mu b. അപ്പോൾ ഓരോ ലെവലിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ ട്രാൻസിഷൻ നമ്മൾ വരക്കാണ്. ട്രാൻസിഷൻ വരക്കുമ്പോൾ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ എം ജെ ഈക്വൽ ടു 0 + or -1 എന്നതാണ് കേസ്. ഡെൽറ്റ എം ജെ ഈക്വൽ ടു 0 + or -1. സോ നമ്മുടെ ട്രാൻസിഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് വരക്കുന്ന സമയത്ത് ഇവിടെ 3/2 2p 3/2 നിന്ന് 2x 1/2ലേക്കാണ് ട്രാൻസിഷൻ വരുന്നത്. സോ 3/2 നിന്ന് ഇവിടെ 3/2ലേക്ക് 0 വരുന്ന കേസ് പോസിബിളാണ്, അല്ലെങ്കിൽ 5/2 അല്ലെങ്കിൽ 1/2. ഇതൊരു പോസിബിൾ വേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ട്രാൻസിഷനാണ്. ഡെൽറ്റ എം ജെ ഈക്വൽ ടു +1 എന്നുള്ളതിന് കേസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി 1/2 നിന്ന് 1/2ലേക്ക് ട്രാൻസിഷൻ വരാം +1, 1/2 നിന്ന് -1/2ലേക്ക് ട്രാൻസിഷൻ വരാം -1. ഓക്കെ, 1/2 നിന്ന് 1/2ലേക്ക് ഡെൽറ്റ എം ജെ ഈക്വൽ ടു 0, 1/2 നിന്ന് -1/2ലേക്ക് ഡെൽറ്റ എം ജെ ഈക്വൽ ടു +1. അപ്പോൾ ഇതിൽ നിന്ന് 2 ട്രാൻസിഷൻ പോസിബിളാണ്. 2 ട്രാൻസിഷൻ ഇവിടെ പോസിബിളാണ്. അതായത് 1/2 നിന്ന് ഇവിടെ 1/2ലേക്ക്, അപ്പോൾ ഡെൽറ്റ എം ജെ ഈക്വൽ ടു 0, പിന്നെ -1/2 ആകുമ്പോൾ +1. ഇനി -1/2 നിന്ന് 1/2ലേക്ക് -1 എന്നുള്ള സെലക്ഷൻ റൂള്. ദെൻ ഇവിടുന്ന് വീണ്ടും നമുക്കിത് വരക്കാം. അതായത് 0 ഡെൽറ്റ എം ജെ ഈക്വൽ ടു 0 എന്നുള്ള സെലക്ഷൻ റൂളും നമുക്കിവിടെ ചെയ്യാം, വരക്കാൻ പറ്റും. നെക്സ്റ്റ് 3/2 നിന്ന് ഒരു സിംഗിൾ ലെവൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ പോസിബിൾ ആവുള്ളൂ. അത് എവിടേക്കായിരിക്കും? ലോവർ ലെവലിലേക്കായിരിക്കും ഉണ്ടാവുക, -1/2. സോ ദിസ് ഈസ് -3/2 ആണ്. സോ -3/2. സോ അത് -1/2ലേക്ക് മാത്രമാണ് അതിൻ്റെ ട്രാൻസിഷൻ എന്തുള്ളൂ, പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഇത്രയും ലൈൻസുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഓരോ ലൈൻസിനും നമ്മൾ ഓരോ പോയിൻ്റ് കൊടുക്കുകയാണ്. A, B,
സി ഡി ഇ എഫ് 6 ലൈൻസ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. എ ബി സി ഡി ഇ എഫ്. ഓരോ ലൈൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് കണ്ടെത്തണം എന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ലൈൻസാണ് നമ്മൾ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പർ ലെവലിൻ്റെ എ എന്ന് പറയുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവൽ. ഇതിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് എം ജെ ഡാഷ് എന്ന് പറയുന്നത് 3/2. സോ എം ജെ ഡാഷ് എന്ന് പറയുന്നത് 3/2. ജി ഡാഷ് എന്ന് പറയുന്നത് 4/3. അത് എവിടേക്കാണ് പോകുന്നത്? ഇവിടേക്കാണ് വരുന്നത്. സോ എം ജെ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 1/2. ജി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? ദറ്റ് ഈസ് 2. ഓക്കെ, ഇനി നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ദറ്റ് ഈസ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എനർജിൻ്റെ ഇക്വേഷൻ. നമുക്ക് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ന്യൂസ് ഈക്വൽ ടു ന്യൂ സീറോ പ്ലസ് മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു എം ജെ ഡാഷ് ജി ഡാഷ് മൈനസ് എം ജെ ഡബിൾ ഡാഷ് ജി ഡബിൾ ഡാഷ്. ദറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ സീറോ പ്ലസ് മ്യൂ ബി ബി ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എം ജെ ഡാഷ് 3/2 ഇൻറ്റു 4/3 മൈനസ് 1/2 ഇൻറ്റു 2. ഇയർ 3/2 ഇവിടെ 3 ക്യാൻസൽ ചെയ്തു, 4ഉം 2ഉം വരുമ്പോൾ 4 വന്നു. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു 1 വന്നു. 2 മൈനസ് 1 ദറ്റ് ഈസ് 1. സോ ന്യൂ സീറോ പ്ലസ് മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു 1 എന്ന് വരും. 3ഉം 3ഉം ഇവിടെ ക്യാൻസൽ ചെയ്തു, 4ഉം 2ലും 2 വന്നു. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു 1 വന്നു. 2 മൈനസ് 1 1. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ന്യൂ സീറോ പ്ലസ് മ്യൂ ബി ബി ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വന്നു. ഇനി നമുക്ക് ഓരോ ലെവലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് കണ്ടെത്തണം. സോ അടുത്ത് ബി. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് എം ജെ ഡാഷ് ഇസ് ഈക്വൽ ടു 1/2. സോ ജി ഡാഷ് ഇസ് ഈക്വൽ ടു 4/3. എം ജെ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 1/2. ജി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 2. സോ ന്യൂ സീറോ ഇസ് ഈക്വൽ ടു ന്യൂ സീറോ മൈനസ് 1/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. സി എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ സീറോ പ്ലസ് 5/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ സീറോ മൈനസ് 5/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ സീറോ പ്ലസ് 1/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ പ്ലസ് മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. സോറി, ദിസ് ഈസ് മൈനസ് മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. ഇത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇക്വേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അതായത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ എനർജി വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കേസിലുള്ള ഫ്രീക്വൻസി സ്പെക്ട്രം നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മളിനി ഫ്രീക്വൻസിൻ്റെ സ്പെക്ട്രം നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഈ വാല്യൂ ആണ് നമ്മൾ ന്യൂ സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അവിടെ എന്തില്ല, ഫ്രീക്വൻസിൻ്റെ സ്പെക്ട്രം കാണിക്കില്ല. കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എനർജിയുടെ വാല്യൂ കിട്ടുന്നില്ല. ഇനി അപ്പോൾ ആദ്യം പോസിറ്റീവ് സൈഡിലേക്കുള്ള വാല്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഒരു ലൈന്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂ സീറോ പ്ലസ് 1/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച് എന്ന് പറയുന്ന പൊസിഷനിലാണ് ആദ്യത്തെ ഫ്രീക്വൻസി സ്പെക്ട്രം ഫോം ചെയ്യുന്നത് പോസിറ്റീവ് സൈഡിൽ. ഓക്കെ, രണ്ടാമത്തെ കേസ് നമുക്ക് വരുന്നത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. ആ ഒരു പൊസിഷനിലും അടുത്തൊരു ഫ്രീക്വൻസി സ്പെക്ട്രം ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് 5/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ സീറോയിൽ നിന്നുള്ള പൊസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ സീറോ പ്ലസ് 1/3 മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്, ന്യൂ സീറോ പ്ലസ് ദിസ് ക്വാണ്ടിറ്റി, ന്യൂ സീറോ പ്ലസ് ദിസ് വൺ. ഇതുപോലെ നെഗറ്റീവ് സൈഡിൽ ഈ ഭാഗത്തേക്ക് അതിൻ്റെ വാല്യൂ വരുന്നുണ്ട് 3 ലൈന്. ദറ്റ് ഈസ് മൈനസ് 1/3 മ്യൂ ബി ബി ഡിവൈഡഡ് ബൈ എച്ച്, ദെൻ മൈനസ് മ്യൂ ബി ബി ഡിവൈഡ് ബൈ എച്ച്, ദെൻ മൈനസ് 5/3 മ്യൂ ബി ബി ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ സ്പെക്ട്രം എത്ര എണ്ണം വരുന്നുണ്ട്? 6 സ്പെക്ട്രമാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് നോർമൽ സീമാൻ എഫക്റ്റിൽ 3 സ്പെക്ട്രം കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ എത്ര സ്പെക്ട്രമായിട്ടാണ് കിട്ടുന്നത്? 6 സ്പെക്ട്രം, അതായത് മോർ ദാൻ 3 എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ വി ക്യാൻ അനലൈസ് ദാറ്റ് ഇറ്റ് ഈസ് എ
അനോമലസ് ഷീമാൻ പാറ്റേൺ എഫക്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ കേസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ വരച്ചുകയും ചെയ്തു. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മെഷർ ചെയ്യണം. അതായത് എക്സിൻ്റെ വാല്യൂ കാണണം, എല്ലിൻ്റെ വാല്യൂ കാണണം, ജെയുടെ വാല്യൂ കാണണം. അതിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് പ്രോസസ്സാണ് നോക്കണം. ആ ഒരു പ്രോസസ്സിന് ഇപ്പോൾ എം ജെ ആണെങ്കിൽ എം ജെ ഏതൊക്കെയാണ് കാണണം, എം എൽ ആണ് കാണുന്നതെങ്കിൽ എം എൽ കാണണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. ദെൻ അടുത്തത് ജിയുടെ വാല്യൂ കാണുക. ലോവർ ലെവലിൻ്റെ കേസിലും അപ്പർ ലെവലിൻ്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യുക, ജിയുടെ വാല്യൂ കാണുക. ദെൻ നമുക്ക് എന്ത് ചെയ്യുക, ലെവൽസ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. സ്പ്ലിറ്റിങ് നമ്മൾ കൺസിഡർ ചെയ്യുക. ലെവൽ സ്പ്ലിറ്റിങ് നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക. ദെൻ എനർജി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എനർജി ടു കാൽക്കുലേറ്റ്. അതിനുശേഷം സെലക്ഷൻ റൂൾ എഴുതിയതിന് ശേഷം ട്രാൻസിഷൻ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ട്രാൻസിഷൻ കാണിക്കുക. ടു ഫൈൻഡ് ഫ്രീക്വൻസി. അടുത്ത സ്റ്റെപ്പ് ഫ്രീക്വൻസി മെഷർ ചെയ്യുക. ദെൻ ഫ്രീക്വൻസി സ്പെക്ട്രം. ഇത്രയും പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഡാറ്റാസ് മാക്സിമം എത്ര ഡാറ്റാസ് കിട്ടുന്നുണ്ടോ അത്രയും ഡാറ്റാസ് കളക്ട് ചെയ്യുക. ലാൻഡോ ജി ഫാക്ടർ കണ്ടുപിടിക്കുക. സ്പ്ലിറ്റിങ് കാണിക്കുക. എത്ര ലെവൽസാണ് സ്പ്ലിറ്റിങ്, അത് നമുക്ക് എം ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റിങ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഓരോ ലെവലിൻ്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ട്രാൻസിഷൻ സെലക്ഷൻ റൂൾ എഴുതിയതിന് ശേഷം ട്രാൻസിഷൻ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഡൗൺ ഡയറക്ഷൻ, ഏത് ഡയറക്ഷൻ ഏതൊക്കെ തമ്മിലാണ് ട്രാൻസിഷൻ പോസിബിൾ ആവുന്നത്. ദെൻ ഓരോ ലെവലിൽ ഓരോ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കണ്ടുപിടിക്കുക യൂസിങ് ജനറൽ ഇക്വേഷൻ. ദെൻ ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. സോ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പാഷൻ പാക്ക് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.